ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൽ, അതെ അതിശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ദൈവവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി നമുക്ക് വലിയ സന്തോഷത്തോടെ ആയിരിക്കാം. ലോകമെമ്പാടും യുദ്ധത്തിൻ്റെയും പ്രശ്നങ്ങളെയും ഒഴുക്കിലും അതിൻ്റെ തിരമാലകളിലും ആയിരിക്കുമ്പോൾ വളരെ ആശ്വാസത്തോടുകൂടെ അമ്മ അവൻ്റെ തൃപ്പാദത്തിലിരുന്ന് തിരുവഴുത്തുകളെ ധ്യാനിപ്പാനും അവനുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം എങ്ങനെ സ്ഥാപിച്ചെടുക്കാം, എങ്ങനെ നിലനിർത്താം എന്ന കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതിൻ്റെ വിഷയങ്ങളുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കൊളോസ്യ ലേഖനത്തെയും എഫെസ്യ ലേഖനത്തെയും ആസ്പദമാക്കിയിട്ട് പല കാര്യങ്ങളും നാം ചിന്തിച്ചു. ക്രിസ്തുവിൽ കടന്നു വരുന്ന മാർഗം എങ്ങനെയാണ് നാം ക്രിസ്തുവിൽ സ്തോത്രം ഏക ശരീരസ്ഥരായിക്കൊണ്ട് ദൈവത്തോട് നിരക്കുന്നത്, അതിനുവേണ്ടി നാം കൊടുത്ത വില എന്താണ്, എത്രമാത്രം നാം വിലയേറപ്പെട്ടവരാണ്. സ്തോത്രം. ഇതൊക്കെ നാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു. ഇത് 65ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ശുശ്രൂഷകന്മാരും വിശ്വാസികളും തമ്മിലുള്ള എല്ലാവരും വിശ്വാസികൾ തന്നെയാണ്, അതിൽ നിന്ന് കുറച്ച് പേരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് മിനിസ്റ്റേഴ്സ് ആക്കുന്നു. സ്തോത്രം. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം എന്നൊരു കാര്യം, ഓരോരുത്തരും ഡ്യൂട്ടീസ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ശുശ്രൂഷന്മാരുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവരുടെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഇതൊരു ശുശ്രൂഷയുടെ ഉത്തരവാദിത്തമാണ്. ഇതറിയണമെങ്കിൽ ഓരോ ആത്മാക്കളെയും കുറിച്ച് ജാഗരിക്കുകയും അവരുടെ വിഷയങ്ങളെ തൻ്റെ വ്യക്തിപരമായ ജീവിതം തൻ്റെ സോളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട്, ഈവൻ രോഗമാകട്ടെ മരണമാകട്ടെ, ദൈവവചനത്തോടുള്ള അവരുടെ വിമുഖത അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആയിക്കോട്ടെ, ക്രിസ്തുവിനോട് മത്സരമുള്ളവരുണ്ട്, അവിശ്വാസമുള്ളവരുണ്ട്, പിന്മാറ്റത്തിലേക്ക് പോകുന്നവരുണ്ട്, വിശ്വാസം ത്യജിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചലഞ്ച് നിൽക്കുന്നവരുണ്ട്. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത്തരക്കാരെ നമ്മുടെ സോളിലേക്ക് എടുത്തിട്ട് ആ ശുശ്രൂഷകൻ ക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം വളരെ ശക്തിയോടുകൂടെ നിലനിർത്തി അവരെ ആയിരിക്കുന്ന ട്രയലിൽ നിന്ന് വിടിവിച്ചെടുത്ത് ക്രിസ്തുവിനോടുകൂടെ വീണ്ടും റീകൺസൈൽ ചെയ്യുന്നത് വരേക്കും മാറ്റമില്ലാതെ പിടിച്ചെടുക്കണം. ചിലപ്പോൾ മണിക്കൂറുകളെടുക്കും, ചിലപ്പോൾ ദിവസങ്ങളെടുക്കും, ചിലപ്പോൾ ആഴ്ചകളെടുക്കും, ചിലപ്പോൾ മാസങ്ങളെടുക്കും. കാരണം അവരുടെ സോളിനെ പറ്റിയിരിക്കുന്ന മുറിവുകൾ എന്താണ്, എന്തുകൊണ്ടാണ് അവർ വിശ്വാസത്യാഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ വേണമെങ്കിൽ ഉപകരണം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമാവസിലേക്ക് പോയി 2 സഹോദരന്മാരുടെ കാര്യമെടുക്കാം. അവർ ക്രിസ്തുവിനെ കുറിച്ച് എരിവുള്ളവരായിരുന്നു. പക്ഷെ അവർ ശക്തിയുടെ വാക്കിലും പ്രവർത്തിച്ച് ശക്തിയുള്ളൊരു പ്രവാചകൻ എന്ന് അവർ നിരൂപിച്ചുള്ളൂ. ഒരു രക്ഷകനെന്നോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാശ്ചിത്തമായി തീർന്നവനെന്നോ ഇതൊന്നും അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്തായിരുന്നു? കർത്താവിനറിയാം അവർക്ക് തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണ്ട പരിജ്ഞാനമില്ലായിരുന്നു. കർത്താവ് അവർ റിജക്റ്റ് ചെയ്തില്ല, റിബ്യൂക്ക് ചെയ്തില്ല. ആദ്യം അവർ കൂടെ നടന്നു. അവരുടെ നോളജ് എന്താണെന്ന് സംസാരിക്കുന്നത് മനസ്സിലായി. ചോദിച്ച് എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പോൾ ഈ യെരൂശലേമിൽ ഇന്ന് നടന്ന ദിവസങ്ങൾ നടന്ന കാര്യം നീ മാത്രം അറിയുന്നില്ല, നീ ഒരു അന്യനെ പോലെ എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ നസ്രാനി യേശുവിനെ കുറിച്ചുള്ള സംഗതി തന്നെ, അവൻ വാക്കിലും പ്രവൃത്തിയിലൊക്കെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സഹോദരിമാർ, യഹൂദന്മാർ, ഞങ്ങളുടെ മൂപ്പന്മാരും അതുപോലെ മഹാപുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാവരും പിടിച്ച് അവനെ ക്രൂശിച്ചു കൊന്നു. ഞങ്ങളുടെ സഹോദരിമാർ അവൻ്റെ കല്ലറയ്ക്ക് ചെന്ന് അവൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്ന് വാർത്ത കേൾപ്പിച്ച് ഞങ്ങൾ ഭ്രമിച്ചു പോയിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോവുകയാണ്. അപ്പോഴാണ് കർത്താവ് വളരെ സ്നേഹത്തോടെ, അയ്യോ പ്രവാചകന്മാർ പറഞ്ഞെല്ലാം വിശ്വസിക്കാത്ത ബുദ്ധിഹീനരെ, എല്ലാം കുറച്ചൊക്കെ മനസ്സിലായി, എല്ലാം വിശ്വസിക്കാത്ത ബുദ്ധിഹീനർ. അപ്പം അത് പിന്മാറ്റത്തിൻ്റെ കാരണം എന്താ? തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാത്ത ബുദ്ധിഹീനർ. ഇതാണ് പിന്മാറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം. ക്രിസ്തു നമുക്ക് ആരാണെന്നും നാം ആരാണെന്നും നമുക്ക് വേണ്ടി ക്രിസ്തു ഒഴിച്ചുകൂടാൻ പറ്റാത്ത വണ്ണം, ഇൻഡിസ്പെൻസിബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയാം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വണ്ണം ക്രിസ്തു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്ന് വെളിപ്പെടുത്തി തരുന്ന പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. അതിൽ പഴയ നിയമത്തിലും പുതിയ നിയമം 2 പുസ്തകങ്ങളുണ്ടെങ്കിൽ തന്നെയും
എല്ലാം മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപാടുകളാണ്. എങ്ങനെയാണ് ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ വീണ് പോയതെന്നും ആ വീണ് പോയ മനുഷ്യനെ വീണ്ടും ക്രിസ്തു മുഖാന്തരം, അല്ലെങ്കിൽ വചനം പറയുന്ന ലോകത്തെ ക്രിസ്തു മുഖാന്തരം തന്നോട് നിരപ്പിക്കുന്ന കാര്യമാണ് ഈ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അല്പം ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന തിരുവെഴുത്തുകളിൽ എല്ലാം വിശ്വസിക്കാത്തവർ അതിനുവേണ്ടി എന്ത് ചെയ്തു? തിരുവെഴുത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവാചക പുസ്തകങ്ങൾ സങ്കീർത്തനങ്ങൾ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. അപ്പോൾ ചില കാര്യങ്ങൾ മാത്രം ഇന്നും അതേ സംഭവിക്കുന്നത്. ചില കാര്യങ്ങൾ മാത്രം ഇത് ഞങ്ങൾ അംഗീകരിക്കാം. തൻ്റെ പേഴ്സണാലിറ്റിക്ക്, തൻ്റെ ജഡ സ്വഭാവങ്ങൾക്ക്, തൻ്റെ പേഴ്സണൽ ഡിസയേഴ്സിന് ഹാനി വരാത്ത കാര്യങ്ങളൊക്കെയും വെരി ഗുഡ്, വെൽ ആൻഡ് ഗുഡ്, നല്ല പ്രസംഗമായിരുന്നു. തൻ്റെ പേഴ്സണൽ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തി ഈ സ്വഭാവങ്ങൾ നിങ്ങൾ ത്യജിച്ചാൽ മാത്രമേ ദൈവ സ്വഭാവമുള്ളവരായി തീരുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ സകല ഉത്സാഹവും കഴിക്കണം. നല്ല ഉത്സാഹം കഴിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കുന്നവർക്കറിയാം. നല്ല ഉത്സാഹം കഴിച്ചാൽ അത് യൂത തൻ്റെ ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരിക്കലായിട്ട് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. ആ വചനം ധ്യാനിച്ചാൽ ഞെട്ടിപ്പോ മുട്ടടിക്കും, മലയാള ഭാഷയിൽ പറഞ്ഞു. ഒരിക്കലായിട്ടേ വിശ്വാസം ലഭിക്കുന്നുള്ളത് ഏവരും ഓർത്തിരിക്കണം. ഇപ്പൊ കിട്ടി അത് ത്യജിച്ചാൽ പിന്നെ ഒരിക്കൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഇമ്പോസിബിൾ. നമ്മുടെ സോൾ അങ്ങനെയാണ്. നമ്മുടെ സോളിലേക്ക് പകരുന്ന ആ ഇൻറ്റ്യൂഷൻസ് നാം ഒരിക്കൽ ത്യജിച്ചാൽ വീണ്ടും അത് വരുമ്പോൾ അതിനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അറിയില്ലായ്മ കൊണ്ടൊക്കെ ത്യജിച്ച് കളഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇബ്രാഹിം ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി യോഗ്യമല്ലാത്തവണ്ണമുള്ള ഫലം വിളയിച്ചാൽ പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ വിശ്വാസത്തിൽ വന്ന് ഫലം പുറത്തു വരണം. ഫലം എന്താ? ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നല്ല. പലർക്കും എഫേസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അതുപോലെ തന്നെ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ എടുത്തു പറയും. കൃപാവരങ്ങളുണ്ടെന്ന് പറയും. നോ, അതൊക്കെ ശുശ്രൂഷ സംബന്ധമായ കാര്യങ്ങളാണ്. ഒരുവനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കിയെടുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എടുത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷെ വ്യക്തിപരമായ ഒരു വ്യക്തിയിൽ ഡിവൈൻ നേച്ചർ ഡെവലപ്പായി വരണം. അതിനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലേ വിശ്വാസം ലഭിക്കുന്നുള്ള, ഒരിക്കലായിട്ടുള്ള വിശ്വാസം ലഭിച്ചതിന് വേണ്ടി നമ്മൾ ശക്തിയോടുകൂടെ പോരാടണം. ആ വിശ്വാസത്തിൽ ഡീവിയേറ്റ് ചെയ്ത് പോകാതെ അത് പെർഫെക്റ്റ് ആണോ എന്ന് നല്ലവണ്ണം ചോദന ചെയ്ത്, അതിനാണ് നിങ്ങൾക്ക് പല പല ഉപദേശങ്ങൾ മറ്റി പോകാതെ പല ആംഗിളുകളിൽ നിന്നും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ക്രിസ്തു വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ആരാണ് എന്ന കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്. ആരാണ് പ്രസംഗിച്ചു തരുന്നത്? അങ്ങനെ ക്രിസ്തു നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ സകലത്തിൻ്റെയും ഉടമസ്ഥാവകാശം, ഓണർഷിപ്പ് കൈമാറുക. നിങ്ങൾ ഓണർഷിപ്പ് കൈമാറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധനയിൽ കൂടെ അറിയാം. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ, മറ്റേതൊരു വിഷയത്തിൽ ട്രയൽസ് വരുമ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന യാഗപീഠത്തിലാണ് അവരെ വെച്ചിരിക്കുന്നെങ്കിൽ ദാറ്റ് ഇസ് ബിലോങ്സ് ടു ഗാഡ്. അതിന്മേൽ തൊടുവാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സകലത്തിനു വേണ്ടി പ്രായശ്ചിത്തമായി മറുവില കൊടുത്ത്, ഡിവൈൻ ജസ്റ്റിസിന് മറുവില കൊടുത്ത്, അത് നമ്മൾ പാട്ട് പാടുന്നത് പാപം നീങ്ങി ശാപം മാറി മൃത്യുവിനെ ജയം നൽകി. ഇനി കാര്യം എങ്ങനെയാ? പാപത്തിന് ഡിമോളിഷ് ചെയ്തു, പാപത്തിന് പകരമായിട്ടുള്ള സാക്രിഫൈസ് നടന്നു. ഇനി പാപത്തിന് അവസരമില്ല. വിശ്വസിക്കുന്നവർക്ക്, അല്ലാത്തവർക്കല്ല, വിശ്വസിക്കുന്നവർക്ക് മേൽ ഇനി പാപത്തിനോ മരണത്തിനോ കർത്തൃത്വമില്ല. സോ ജസ്റ്റ് റിലൈ ഓൺ ക്രൈസ്റ്റ്. പക്ഷെ വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് പതറുന്നത്? വിശ്വാസം റിഫൈൻഡ് ആയിട്ടില്ല. അത്രയേ ഉള്ളൂ. കർത്താവ് എനിക്ക് മനസ്സിലായി ആയിട്ടില്ല. അങ്ങനെ വിശ്വാസം എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് പരിജ്ഞാനം കിട്ടും. നമ്മൾ പഠിച്ച വചനങ്ങൾ അങ്ങനെ ഗ്രോ ചെയ്ത് വിശ്വാസത്തോട് ക്രിസ്ത്യൻ എനർജി, അതോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, ഡിവൈൻ ലവ്, അഗാപ്പെ ലവ്, ഇവ നമുക്ക് ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമല്ല, ക്രിസ്തുവിൻ്റെ എക്സ്പീരിയൻസിൽ ഉത്സാഹമില്ലാത്തൊരു നിഷ്ഫലന്മാരുമാകുകയില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ പെർസീവറൻസ് ഇല്ലയോ? ഒരു വൺ ആക്ട് ഓഫ് ഫെയ്ത്തിൽ നമ്മൾ എല്ലാ കാര്യം നടക്കുന്നുണ്ടോ? നോ.
അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് തെറ്റാണ്. കാൽവിനിസത്തിന്റെ ചെറിയൊരു ട്രേസാണ്. നാം ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്ക് വിശ്വാസത്തിന് വേണ്ടി, ഒരിക്കലായിട്ട് ലഭിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതുണ്ട്. ആ സമയത്ത് ഒന്ന് സകലം വിട്ട് കളഞ്ഞത് നമ്മുടെ സോളിന്റെ എറ്റേണൽ ഡെസ്റ്റിനി, നിത്യത നാം എവിടെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്ന നിമിഷങ്ങളാണത്. സകലം വിട്ട് കളഞ്ഞ് മുഴങ്കാലിലിരുന്ന്, കർത്താവേ, ഈ അവസരത്തിൽ എനിക്ക് ഓവർകം ചെയ്യാൻ നിന്നെ കൊണ്ടേ സാധിക്കുള്ളൂ. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ, ഐ നീഡ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ. കാരണം ആ മൂവ്മെന്റ് ആണ് നിങ്ങളുടെ ഫെയ്ത്തിന്റെ എക്സസൈസ് നടക്കുന്നത്. നിങ്ങൾ ആശ്രയിച്ച തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ട്രയൽ കൂടെ കടന്നുപോയവനാണ് യേശു. അവൻ്റെ ഹ്യൂമാനിറ്റിയിൽ നിങ്ങളായിരിക്കുന്ന സെയിം ട്രയലിൻ്റെ 100% അനുഭവിച്ചവനാണ്. അതാണ് മഹാപുരോഹിതൻ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ. സ്തോത്രം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇതിന് കഴിഞ്ഞ ഒരു 2 ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ സാറ്റർഡേയും ദൈവസഭയ്ക്ക് രാഷ്ട്രീയത്തിൽ വിശ്വാസിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, ദൈവസഭ. ഇനി നമുക്കൊരു കാര്യം ചിന്തിക്കാനുള്ളത്, ഇതെല്ലാം ഞാൻ ചിന്തിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പുതിയ ക്ലാസ്സിന്, അതായത് ഈ ക്ലാസ്സിൻ്റെ തുടർച്ച എന്നോണം എഫേസ്യ ലേഖനത്തിൽ നിന്നും കൊലോസ്യ ലേഖനത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 നമ്മൾ 1 വരെ മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. അവിടെയാണ് ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു, അവനെ അറിയിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നത്, ഒരുവരെ ഏതു മനുഷ്യനെയും വിശ്വാസി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി എടുക്കുക. അതിൻ്റെ പ്രോസസ്സാണ് നാം 2 പീറ്റർ എന്ന് പഠിച്ചു വന്നത്. എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നെന്നുള്ളത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി എടുക്കുക. സ്തോത്രം. അതിൻ്റെ പ്രോസസ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ആ മർമ്മം എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കുന്നു ചർച്ചിൽ എന്ന് നമ്മൾ കൊളോഷ്യൻസ് ചാപ്റ്റർ 2 അതേപോലെ തന്നെ എഫേഷ്യൻസ് ചാപ്റ്റർ 3 നിന്നും കുറച്ചുകൂടി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ എഫേഷ്യൻസിൻ്റെ ചാപ്റ്റർ 1 തുടങ്ങി ചാപ്റ്റർ 2 അവസാനം വരെയും, കൊളോഷ്യൻസ് ചാപ്റ്റർ 1 തുടങ്ങി അവസാനം വരെയും വേഴ്സ് 29 വരെയും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. എങ്ങനെയാണ് ദൈവമായിട്ട് ബന്ധമില്ലാതിരുന്ന, ക്രിസ്തുവിനുള്ള യാതൊരു വാഗ്ദത്തങ്ങൾക്കും അടുത്ത് ബന്ധമില്ലാതിരുന്ന അന്യരും പരദേശികളുമായ നമ്മെ ക്രിസ്തു മുഖാന്തരം ഒരു ശരീരത്തിൽ, ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചത് എങ്ങനെയാണ്, അതിനുവേണ്ടി നടന്ന അറ്റോൺമെന്റ് എന്താണ്, അറ്റോൺമെന്റ് നടക്കുന്നത് എന്താണ്, എന്തുകൊണ്ട് അറ്റോൺമെന്റിന്റെ ആവശ്യകത വന്നു, ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ചിന്തിച്ചു. ഇതെല്ലാം മനസ്സിലായാൽ മാത്രമേ ഈ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം, വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിക്കത്തക്കവണ്ണം അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അപ്പോൾ മർമ്മം എന്താണ്? മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു ഓരോ വിശ്വാസിയുടെ ഉള്ളിൽ വസിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം മാത്രമല്ല, ക്രിസ്തു തന്നെ പേഴ്സണലി, അതാണ് ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ എഫേസ്യ ലേഖനം ചാപ്റ്റർ 3 1 തുടങ്ങി ഒന്ന് വായിക്കുകയാണ്. ചാപ്റ്റർ 3 1 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത് തന്നെയാണ്. അത് നിമിത്തം പൗലോസ് എന്ന്, ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു. ഇപ്പം 2 ഇടത്തും പറയുന്ന മിസ്റ്ററി എന്താണെന്നാണ്. സ്തോത്രം. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനെ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. സ്തോത്രം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും. ഇവിടെ ഈ വാക്കിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം. അപ്പോൾ ക്രിസ്തുവിൽ അല്ലാത്തൊരു വ്യക്തിക്ക് ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങളിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, വീണ്ടും ജനനം പ്രാപിക്കാത്തൊരു വ്യക്തിക്ക് ഇനി ഏത് പള്ളിയോ ഏത് തിരുമേനിയോ ഏത് പോപ്പോ ഏതോ മെത്രാനോ ഏതോ സെൻട്രൽ പാസ്റ്ററോ ഉണ്ടെന്ന് പറഞ്ഞാലും എങ്ങനെയിരിക്കും? തലയില്ലാത്ത ഒരു ശരീരം എങ്ങനെയായിരിക്കുമോ,
തലയില്ലാത്ത ഒരു മനുഷ്യ ശരീരം എങ്ങനെയിരിക്കുമോ അങ്ങനെയായിരിക്കും ക്രിസ്തുവില്ലാത്ത ഓരോ വ്യക്തിയും, അങ്ങനെയായിരിക്കുന്ന സഭയും. വളരെ ലളിതമായ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ആരെങ്കിലൊക്കെ ഞങ്ങൾ വിശ്വാസികൾ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ, ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് വന്നവരാണ്, ഇവിടെ നിന്ന് വന്നവരാണ്, ഇതൊക്കെ ചുമ്മാ പറയാന്നേ ഉള്ളൂ. ഈ ശരീരത്തിൽ ഇരിക്കോളം വേണേൽ പറഞ്ഞ് മുറുകെ പിടിച്ചോണ്ടിരിക്കാം. പക്ഷേ ക്രിസ്തുവിൽ അല്ലാത്തോടെ, ക്രിസ്തുവിലാകണേ ഒരേ ഒരു വഴിയുള്ളൂ. അതായിരുന്നു നമ്മൾ ചാപ്റ്റർ 1 to 2 പറഞ്ഞതും എഫേസ്യസ് കൊളോഷ്യൻസ് ചാപ്റ്റർ 1 മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ക്രിസ്തുവിലുള്ള വാഗ്ദത്തങ്ങൾ അബ്രാഹാമിന് കൊടുത്തു തുടങ്ങി. ഉൽപ്പത്തി 3:15 തുടങ്ങി പറഞ്ഞു തുടങ്ങിയ സ്തോത്രം, 12:3 തുടങ്ങി. നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം ആദ്യമായിട്ട് അബ്രാഹാമിനെയാണ് അറിയിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നതെന്നും പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർക്ക് അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തുവേശുവിൽ ഏക ശരീരസ്ഥനായിത്തീരുന്നത്, എങ്ങനെയാണ് ഒരേ ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുന്നത്, നിരപ്പിക്കേണ്ട ആവശ്യകത എന്തുകൊണ്ട് വന്നു, എന്താണ് ഒബ്സ്റ്റാക്കിളായിട്ട് നിന്നത്, ഡിവൈൻ ജസ്റ്റിസിന്റെ ശിക്ഷ, ദൈവിക ഭരണകൂടത്തിന്റെ ശിക്ഷ. ആ ശിക്ഷയ്ക്ക് വേണ്ടി ഒരു അറ്റോൺമെന്റ് നടന്നല്ലാതെ ആ അറ്റോൺമെന്റ് വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും ദൈവത്തോട് നിരക്കാൻ സാധ്യമല്ല. ആ വ്യക്തികളുടെ മേൽ ദൈവ ക്രോധമാണ് വസിക്കുന്നത്. ആ ക്രോധമാണ് കാൽവരി ക്രൂശിൽ വെളിപ്പെടുത്തിയത്. പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ക്രോധം, അതിന്റെ ശിക്ഷ. ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിയുടെ മേളില് ഇപ്പോൾ അത് വെളിപ്പെടുന്നില്ലെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് വെളിപ്പെടും, ഫുൾ പവറിൽ വെളിപ്പെടും. ഞാനതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. സ്തോത്രം. ഇപ്പോൾ ദൈവം മനുഷ്യന് മനസ്സിലാകാവുന്ന വിധത്തില് അല്പമായിട്ട്, കാരണം മനുഷ്യൻ അവന്റെ ഹൃദയം കഠിനപ്പെട്ട് പോകാതിരിക്കത്തക്ക വേണം, വളരെ മൈൽഡായിട്ട് അവന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന വിധത്തില് അവനുള്ള ഫ്രീ പ്രൊവിഷൻസ് നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ ഉംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ബ്രീത് എടുക്കുന്ന ഈ ഭൂമിയിൽ നിന്നാണ്. ഫ്രീ ആണ്. ഈ ഭൂമിയിൽ നിന്നുള്ള വെള്ളം, ഒരു മനുഷ്യന്റെ ആയുസ്സിൽ എത്ര ടൺ വെള്ളം കുടിക്കുന്നു, ഫ്രീ ആണ്. ഭക്ഷണം ഫ്രീ ആണ്, വസ്ത്രം ഫ്രീ ആണ്. നമ്മൾ അധ്വാനിച്ചിട്ടില്ലെന്നൊക്കെ പറയും, പക്ഷെ എവിടെ നിന്നാ വന്നിരുന്നത്? ഇത് അൾട്ടിമേറ്റ്ലി നോക്കിയാൽ ഇറ്റ്സ് എ ഫ്രീ പ്രൊവിഷൻ. ആ ഫ്രീ പ്രൊവിഷൻ എന്തിനു വേണ്ടിയാണ്? ഏതൊരു മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി, ക്രിസ്തുവിൽ അബ്രാഹാമിന് തുടങ്ങി കൊടുത്ത വാഗ്ദത്തങ്ങളുടെ അവകാശിയായി തീരുക, പങ്കാളിയായി തീരുക. ഇതാണ് നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള ആ പ്രയാണത്തിന്റെ ലക്ഷ്യം. ഇത് മനസ്സിലാക്കുക, നല്ലവണ്ണം മനസ്സിലാക്കുക. ഞാൻ ഇതിന് യോഗ്യനല്ലായിരുന്നു. എൻ്റെ പ്രവൃത്തിയോ, എൻ്റെ പിതാക്കന്മാരുടെ പ്രവൃത്തിയോ, ഞാനായിരുന്നു കൂട്ടായ്മയുടെ പ്രവൃത്തിയോ, എൻ്റെ പ്രാർത്ഥനയോട് നല്ല ജീവിതത്തിൽ നത്തിങ്, ഓൺലി ഗ്രേസ്. പുത്രൻ നൽകിയ ഗ്രേസ്, അവരെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് പകരുന്ന ഗ്രേസ്, പിതാവ് ആകർഷിച്ചിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ അടുത്ത് വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ആ ഗ്രേസ്, അപ്പോൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ഇൻറ്റ്യൂഷൻ തരുന്ന ഗ്രേസ്. ഇതൊന്നും നമ്മുടേതല്ല. അതിൽ വിശ്വസിക്കാനുള്ള ഡ്യൂട്ടി നമ്മുടേതാണ്. ആ വിശ്വാസം വൺ ടൈം ആക്ഷൻ അല്ല, ടിൽ ദ എൻഡ്. ഈ ശരീരത്തിന് വേർപ്പെട്ടാലും പിന്നെയും നമ്മൾ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ സോളിന് മാറ്റുമതല്ല, നമ്മുടെ സോളിന്റെ ഘടനയ്ക്ക് ഒരു മാറ്റമില്ല. സെയിം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഈ ശരീരത്തിൽ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇതെന്ന് മാറിയാലും അവിടെ നമ്മൾ ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർ തന്നെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം വളരെ വ്യക്തം. അപ്പൊ ആ മർമ്മം എന്ന് പറയുന്നത് ഇത് മറഞ്ഞിരുന്നായിരുന്നു. ക്രിസ്തുവിലാണ് അബ്രാഹാമിന് കൊടുത്തിരുന്ന ആ പ്രോമിസുകളുടെ, അബ്രാഹാം തുടങ്ങി പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന പ്രോമിസുകൾ. ഇതാണ് നമ്മൾ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെ. ആ സുവിശേഷത്തിൽ ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. സ്തോത്രം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പുവാനുമായി കൃപ നൽകിയിരിക്കുന്നു. ഇപ്പൊ വളരെ ക്ലിയർ ആണ് എങ്ങനെയാണ് സുവിശേഷം പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഇന്നലെ നമ്മൾ ഒരു യോനയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ചില ഒരു ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യേണ്ടായിരുന്നു. യോന നീളായി നിൽക്കുകയാണ് ക്രിസ്തുവിൻ്റെ.
3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഇരുന്ന പോലെ യേശു 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. അതൊരു അടയാളം കൊടുത്തതാണ്. എന്നാൽ അതുമാത്രമല്ല, ഓരോ പ്രവർത്തികളും ക്രിസ്തുവിന് നേടാതിരിക്കുന്ന സുവിശേഷം പോലും. അവിടെ യോന ചെന്ന് ഈ നിനവെ എന്ന് പറയുന്നത് അസീറിയന്റെ ക്യാപിറ്റലാണ്. യോന ഒരു യഹൂദനാണ്. ഒരു യഹൂദനും ജാതി, അത് അസ്രൈൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് അവര്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി യോനയുടെ ഹൃദയത്തിൽ അവർ ഗുണം പിടിക്കരുതെന്നുള്ള വാശിയോട് കൂടിയാണ് യോന ഓടിപ്പോകുന്നത്. അതൊക്കെ പോട്ടെ, തിരിച്ചു ചെന്നിട്ട് ദൈവഗീതപ്രകാരം അവിടെ ചെന്നിട്ട് യോന പ്രസംഗിക്കുന്ന എന്താ? നല്ല മലയാളത്തിൽ പറഞ്ഞ അടുത്ത 40 ദിവസം നിനവെ മുടിഞ്ഞു പോകും എന്നാണ് പ്രസംഗിക്കുന്നത്. ന്യായവിധിയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഈ നരകത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നരകമൊന്നും അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ വെറും ഫൂളിഷ്നെസ്. ആരും നരകത്തെക്കുറിച്ച് പേടിപ്പിക്കുകയല്ല. വരുവാനുള്ള, അതായത് ഈ മാനവജാതിയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, മാനവജാതിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എറ്റേണൽ പ്ലാൻ എന്താണ്, അതാണ് സ്കെച്ചിൽ കൂടെയൊക്കെ വെളിപ്പെടുത്തിയത്. ആ എറ്റേണൽ പ്ലാനിനനുസരിച്ച് കൊണ്ട് ചേർന്ന് വരാത്തവരെ ദൈവം കണ്ടം ചെയ്ത് കളയാണ്. എറ്റേണലായിട്ട് കണ്ടം ചെയ്ത് കളയാണ്. അവരുടെ മേൽ വരാനുള്ള കാര്യങ്ങളാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ആ വരുവാനുള്ള ജഡ്ജ്മെന്റിൽ നിന്നും മാനവജാതിയെ രക്ഷിപ്പാനാണ് ഈ സുവിശേഷം തരുന്നത്. അത് ദൈവത്തിന്റെ പ്ലാന്. ആ ജഡ്ജ്മെന്റ് മനുഷ്യന് മനസ്സിലാകാത്ത വിധത്തിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നോഹയുടെ കാലത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുള്ള സമയത്താണ് 8 പേരൊഴികെ ബാക്കി എല്ലാത്തിനെയും പച്ചയ്ക്ക് കൺമുമ്പിൽ കാണത്തക്ക വേണം മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും പറവജാതികളെയും അടക്കം ദൈവം കൊന്നു കളഞ്ഞു. അയ്യോ, ദൈവം സ്നേഹം തന്നെയല്ലയോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരും മത്സ്യങ്ങളല്ല മൃഗങ്ങളും പറവജാതികളും ചത്തോടിക്കുന്നത്. അവയുടെ ഫോസിൽസ് ആണ് ഇപ്പൊ നമുക്ക് ക്രൂഡ് ഓയിലായിട്ട് കിട്ടുന്നത്. അതിനുശേഷം വേണ്ടത്ര. അതിനുശേഷം ഈജിപ്തിന്റെ കാര്യത്തില് ഫറവോനി സൈന്യത്തെയും അവിടെ ഒന്നുകൂടി കൊച്ചു വെളിപ്പെടുത്തി ചോരത്തെളി ആചരിച്ചു. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുന്ന ചോരത്തിന്റെ അടയാളമായിക്കൊണ്ട് പെസഹ കുഞ്ഞാട് അറുത്തു. അതിന്റെ ചോര എടുത്തുകൊണ്ട് രക്തമെടുത്തുകൊണ്ട് കട്ടളപ്പടി മേലും കുറുമ്പടി മേൽ തേച്ചു. എവിടെയെല്ലാം രക്തത്തിന് അടയാളമുണ്ടോ അവിടെ ജഡ്ജ്മെന്റ് വന്നില്ല. അല്ലാത്ത എല്ലാ മുസ്ലിമിന്റെ പൗരത്തിലും ഒരു ആദിജാതം, മൃഗത്തിന്റെയും മനുഷ്യന്റെ ആദിജാതം, അതൊന്ന്. അത് കഴിഞ്ഞ് അവർ ചെങ്കടലിൽ കൊണ്ടുവന്നു. ചെങ്കടൽ കരയ്ക്കിൽ കൊണ്ടുവന്നിട്ട് അതിഭീകരമായ ഒരു ന്യായവിധി കാണിക്കുന്നത്. ചോരത്തടി ആചരിച്ച ജനം ചെങ്കടലിൽ കൂടെ ഉണങ്ങിയ നിലത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ അതിന് ശ്രമിച്ചവര് ഈജിപ്ഷ്യൻസ് സകല പ്രമുഖന്മാർ സകല രഥങ്ങളോടുകൂടെ ചെങ്കടലിൽ കരയിൽ ദൈവം കുന്നൊടുക്കി കളഞ്ഞു. ഇതൊക്കെ നിഴലാണെന്ന് കൊരിന്ത്യർ എടുത്തു പറഞ്ഞിരിക്കുക. അടുത്ത അതിക്രൂരമായ, എല്ലാത്തേക്കാൾ ക്രൂരമായ ഒരു ന്യായവിധിയാണ് നാം ക്രൂശിൽ കാണുന്നത്. സകല മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷയെ തന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും സ്വമേധയാ ഏറ്റെടുത്തുകൊണ്ട്, പിതാവ് അടിച്ചേൽപ്പിച്ചതല്ല, സ്വമേധയടിച്ചുകൊണ്ട് മനുഷ്യരുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവതൊക്കെ വേണം. ഈ ജനം ഇത്രമാത്രം കോടി വരുന്ന ജനം യുഗായുഗങ്ങളിൽ നരകത്തിൽ വെന്തെറിയുന്നതിനേക്കാൾ തൻ്റെ പുത്രൻ അല്പസമയം കൈവിട്ടപ്പെട്ടവനായിക്കൊണ്ട് പാതാളത്തിൽ പോയി മരണം അനുഭവിക്കുന്നത് നല്ലതെന്ന് കണ്ടുകൊണ്ടാണ് ആ പാപത്തോട് ദൈവത്തിന്റെ ക്രോധാഗ്നി ക്രൂശിൽ പുത്രന്റെ മേൽ പകരുന്നത്. അതാണ് അതിഭയാനകമായ ന്യായവിധി. കഴിഞ്ഞ 2 ന്യായവിധിക്കാളും അതിഭയാനകമായ ന്യായവിധിയാണ് പാപം അറിയാത്തവനായ പുത്രന്റെ മേൽ പകർന്നുകൊണ്ട് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്. അതാ സുവിശേഷം പ്രസംഗിക്കുന്നത്. നമ്മൾ ആരും തന്നെ മതം മാറ്റുവാനല്ല, സഭ മാറ്റുവാനല്ല. മനുഷ്യജാതിയുടെ മേൽ ഏതും തോട്ടം തുടങ്ങി സ്വമേധ അവർ തിരഞ്ഞെടുത്തായിട്ടുള്ള ആ പാപത്തെ ഇറാഡിക്കേറ്റ് ചെയ്യുവാൻ ദൈവം ഒരുക്കിയ അറ്റോൺമെന്റ് എന്താണ്? പകരക്കാരനായിട്ടുള്ള ശിക്ഷ നടന്നത് എങ്ങനെയാണ്? അതിൽ വിശ്വസിക്കുന്നവർ ദൈവം എങ്ങനെയാണ് സൗജന്യമായിട്ട് നീതീകരിക്കുന്നത്? ഇതാണ് വിശ്വാസമായി നിൽക്കേണ്ടത്. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ അവിടെ വീണ്ടും ജന്മം പ്രാപിക്കുകയാണ്. പിന്നെ നാം ദൈവ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. നമുക്കൊരു പിതാവുണ്ട്. നമ്മുടെ ഏതൊരു കാര്യം ഫ്രീ പ്രൊവിഷൻ തന്നുകൊണ്ട് അവരിൽ ആശ്രയിക്കുന്നവരെ സംരക്ഷിച്ചും മുന്നോട്ട് നടത്തുന്ന ഒരു പിതാവ് നമുക്കുണ്ട്.
സ്വർഗീയ സേന നമുക്ക് കാവലുണ്ട്. ഇവിടേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഫൈൻ ട്യൂൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, തകർക്കുകയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. തകർക്കുകയല്ല ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കുറച്ച് മുന്നേറുക. ഇന്ന് ലോകത്തിൽ വളരെ ചർച്ചാ വിഷയമായിരിക്കുന്നതും വളരെ അധികം ഉപദേശങ്ങളും പ്രസംഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിത്തിൻ 1 മന്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഇറാനിൽ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന, അമേരിക്കയും ഇറാനുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ. ഞാൻ ഈ കാര്യങ്ങൾ ഏകദേശം നമ്മൾ 10-20 എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ളതാണ്. എസെക്കിയേൽ പുസ്തകം 38 ആസ്പദമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ സംഭവം നടക്കാൻ പോകുന്നതിനെ കുറിച്ചുകൊണ്ട്. അപ്പോൾ പലരും പൊതുവെ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ റിയലി ഇപ്പോൾ നടക്കുന്ന എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ചുകൊണ്ട് ഹ്രസ്വമായിട്ട് വളരെ ഷോർട്ടായിട്ട് ഒരു 5 മിനിറ്റ്സ് മാത്രം പറഞ്ഞ് നിങ്ങളെ ഒന്ന് ആ സബ്ജക്റ്റിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇവിടെ ഞാനൊരു മാപ്പ് കാണിച്ചിരിക്കുന്നത്, സ്തോത്രം, എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 38 അധ്യായത്തിൻ്റെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഗോഗ് മഗോഗ്. ഗോഗ് എന്ന് പറഞ്ഞാൽ റഷ്യ, മാഗോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അതിൻ്റെ ക്യാപിറ്റലായിരിക്കുന്ന, അതായത് ഗോഗിനോട് ചേർന്നിട്ട് മറ്റ് രാജ്യങ്ങൾ, പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ, ഇപ്പം നമ്മൾ പ്രധാന വിഷയമായിരിക്കുന്നത് തോഗർമ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ തോഗർമ എന്ന് പറഞ്ഞാൽ ടർക്കി, അർമേനിയ ഭാഗങ്ങൾ, സ്തോത്രം. അതുപോലെ ഗോമർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ യൂറോപ്പ്, അല്ലെങ്കിൽ പൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബിയ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങൾ, കൂഷ് എന്ന് പറഞ്ഞാൽ എത്യോപ്യ. ഇവിടെ മറ്റൊന്നാണ് ഷേബ ദേദാൻ. അവർ ചേരുന്നില്ല. അവർ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വാസ്തവത്തിൽ സമ്പത്തെടുക്കാനല്ലേ വരുന്നെന്നുള്ളത്. ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കോalition നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ നടക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു യുദ്ധമല്ല. ഞാൻ ഇന്ന് ഇത് നിങ്ങളുടെ മാപ്പ് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കട്ടെ. നമുക്ക് ആ വചനം ഒന്ന് എടുത്ത് വായിക്കാം. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 38 അധ്യായം. ആരും തെറ്റിപ്പോകാതിരിക്കാനും എന്നാൽ അതിൻ്റെ സീരിയസ്നെസ് വിട്ടുകളയാതിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. ഞാൻ എസെക്കിയേൽ പ്രവചന പുസ്തകം 38 1 തുടങ്ങി വായിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചവരെയും ഒട്ടൊഴിയാതെ വാളും പരിചയം പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികളാണ്. നേരത്തെ ചിത്രത്തിൽ പറഞ്ഞു ഇറാൻ, ഇന്നത്തെ ലേറ്റസ്റ്റ് ഇറാൻ. കൂശർ എന്ന് പറഞ്ഞ എത്യോപ്യർ, പൂത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഗോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കി. ഈ കോalition ഓൾറെഡി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളെയും വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹം, അതാണ് ടർക്കി, സ്തോത്രം, അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവാനുമാക്കും. അപ്പോൾ ഇവിടെ ലീഡ് ചെയ്യുന്ന ആരാണ്? റഷ്യയാണ്. എന്നാൽ ഇപ്പോഴത്തെ കോalition വന്നിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കോalition അല്ല, എന്നാൽ മറിച്ച് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു റിലീജിയസ് കോalitionാണ്. ഇപ്പോൾ എല്ലാവരും യുണൈറ്റഡ് ആയിരിക്കുന്നത് ഒരു റിലീജിയസ് വിഷയത്തിലാണ്. ഇസ്രായേലിൽ ജ്യൂസിനെ അവിടെ നിന്ന് ഉന്മൂലനാശം ചെയ്യുക. ഇതെല്ലാം കൺട്രികളാണെങ്കിൽ ഇപ്പോൾ ഇറാന് ഭരിക്കുന്നത് ഇറാൻ ആസ് എ നേഷനായിട്ടല്ല. ഇറാനെ ഭരിക്കുന്നത് ഒരു റോങ് ഐഡിയോളജിയിൽ അല്ലെങ്കിൽ ഒരു ഫൂളിഷ് ഐഡിയോളജിയിലായിരിക്കുന്ന മുസ്ലിം സമുദായം. ആ ഐഡിയോളജിയാണ് IRGC ഭരിക്കുന്നത്. അതല്ല ഇറാൻ്റെ ആക്ച്വൽ ഗവൺമെൻറ് അല്ലെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയും കോalitionലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിന് ശേഷം ഇവരാരും മാറിപ്പോകുന്നില്ല, ഇറാൻ്റെ ഭരണകൂടം മാറിപ്പോകുന്നില്ല. ഇതിന് ശേഷം റഷ്യയുടെ കൂടെ ഒരു പുതിയ കോalition ഉണ്ടായിട്ട് റഷ്യയുടെ കീഴിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സമയം വരും. ആ സമയത്ത് അമേരിക്ക
ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരണം. ഇപ്പോൾ അമേരിക്കയുടെ, നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ ന്യൂസ് വായിക്കുന്നവർക്കറിയാം, 100 കണക്കിന് ഫൈറ്റർ ജെറ്റുകളാണ് അമേരിക്കയുടെ മാത്രം മിഡിൽ ഈസ്റ്റിലുള്ളത്. പ്രധാനപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ, അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് യുദ്ധക്കപ്പലുകൾ എല്ലാം തന്നെ ഇറാനെ എഗൻസ്റ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതുകൂടാതെ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ, ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ. ഇപ്പം നടക്കാൻ പോകുന്നത് ഇറാനിൽ നിന്നും ആ മുസ്ലിം സമുദായത്തെ, അല്ലെങ്കിൽ ആ ഐഡിയോളജി നിൽക്കുന്നതായിട്ടുള്ള ഇസ്രായേലിനെ ആ ഒരു ഐഡിയോളജി കൊണ്ട് വേൾഡിൽ എല്ലാവരും തന്നെ പരത്തിയിട്ട് ആ ഒരു ഐഡിയോളജിയിൽ ഇസ്രായേലിൽ ജൂസിനെ മാറ്റുക എന്ന രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ ഇറാൻ മാറിപ്പോകുന്നില്ല. ഒരു പക്ഷേ ഇപ്പോഴായിരിക്കുന്ന അവരുടെ ഭരണകൂടം മാറാം. എന്നിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോalition ഉണ്ടാകണം. ഇപ്പോൾ റഷ്യ ഇതിനകത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ചൈനയുടെ ആയുധങ്ങളും റഷ്യയുടെ ആയുധങ്ങളാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഇറാൻ പരാജയപ്പെട്ടാലും ഇറാൻ മാറുന്നില്ല. ഇതിനു ശേഷം റഷ്യക്ക് ഇസ്രായേലിനെ ആക്രമിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം വരണം. അതിപ്പോൾ ഡെവലപ്പായിട്ടില്ല. ഒരു പക്ഷേ അമേരിക്ക ഇന്ന് രാത്രി തന്നെ നടക്കാം, അല്ലെങ്കിൽ വിത്തിൻ ഒരു വീക്കിനുള്ളിൽ നടക്കാം. അമേരിക്കയുടെ ബാക്കപ്പിൽ ഇസ്രായേൽ ഡിഫെൻഡ് ചെയ്യാത്തക്കവണ്ണം, കാരണം ഈ ആയുധങ്ങൾ മുഴുവനും ഇസ്രായേലിന് എഗൻസ്റ്റായിട്ടാണ് ഇറാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അവിടെ ലോങ് റേഞ്ച് മിസൈൽസും ന്യൂക്ലിയർ ആംസിൻ്റെ കാര്യങ്ങളൊക്കെയും ഇസ്രായേലിന് എഗൻസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങൾ തന്നെ ഇസ്രായേലിനെയും അമേരിക്കയും മുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക അതിലുള്ള ബാക്കപ്പ് കൊടുത്ത് ഒരു പക്ഷേ ഇസ്രായേലിനെ ആക്രമിച്ചാൽ മറ്റ് ലോകരാജ്യങ്ങൾ യുണൈറ്റഡ് നേഷനകത്ത് കൗണ്ട് ചെയ്തത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നുള്ള പേരാവും. അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ട് ഡിഫെൻഡ് ചെയ്തെന്നുള്ള പേരല്ല. യുണൈറ്റഡ് നേഷൻ ഓൾറെഡി ഇസ്രായേലിന് വളരെ എഗൻസ്റ്റാണ്. അങ്ങനെ വന്നാൽ റഷ്യ രാജ്യങ്ങളുമായിട്ടൊരു കൊളീഷൻ നടന്നിട്ട് റിലീജിയസ് യുദ്ധമായിരിക്കില്ല. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, പേര് ഇറാൻ എന്നൊക്കെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് ഒരു റിലീജിയസ് വാറാണ്. എന്നാൽ അതിനുശേഷം വളരെ ആസന്നമായിട്ട് തന്നെ റഷ്യയുടെ കീഴിൽ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു കോalition ഉണ്ടായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുകയും അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമാണ് സ്തോത്രം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണുന്നതും. അതിനെ തുടർന്ന് വായിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചാപ്റ്റർ വേഴ്സ് 14 വരേക്കും വായിക്കുകയാണെങ്കിൽ, എന്നാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന നാളിൽ, ഇപ്പോൾ അവർ നിർഭയമല്ല, ചുറ്റുപാടും പ്രതികൂലമായ സാഹചര്യമാണ്. ഇനി ഇറാനെയും ആയുധം നീക്കിക്കളഞ്ഞുകൊണ്ട് ഒരു നല്ല പീസ് അവിടെ വരുന്ന സമയത്തായിരിക്കണം ഈ ഇസക്കേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹം മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. ഗോഗെ, അന്ത്യകാലത്ത് ജാതികൾ കാണുക, ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ ഇസ്രായേൽ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന് നേരെ വരുത്തും. അപ്പോൾ ഇത് എന്താണ് ചെയ്തത്? ഇസ്രായേലിലുള്ള അൺബിലീഫ് മാറ്റണം. ഇസ്രായേലിന് അവർ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെന്ന്, ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളുമായി പ്രവചിച്ചു പോകുന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളിച്ചതിനെ കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ജ്വലിക്കും. അന്ന് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്, അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. ഈ സമയത്താണ് യാക്കോബ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത്. അവർ വാസ്തവത്തിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാ ശക്തികളും ക്ഷയിക്കും. അവർക്ക് ആരുമില്ലാതിരിക്കുക, അമേരിക്കയുടെ സപ്പോർട്ടില്ല,
ഇസ്രായേലിൽ ഇത്രയും ശക്തികളോട് ചൈന സപ്പോർട്ട് ചെയ്യും, റഷ്യയെ, ഇറാന്, ടർക്കി, തൊട്ടടുത്ത് കിടക്കുന്ന ഹസ്ബുള്ള, എല്ലായിടത്തുനിന്നും വരുമ്പോൾ ഒരേ സമയത്ത് ഇസ്രായേലിന് ഉള്ള ആയുധങ്ങൾ കൊണ്ട് എതിർത്ത് നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ സഹായത്താൽ അവർ ജയിക്കും. അവിടെ അഭക്തി മാറും, യാക്കോബിൽ നിന്ന് അഭക്തി മാറും. ഇതിനാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവമല്ല. ഇനി വിശ്വാസികളായി നമുക്ക് ദൈവസഭയ്ക്ക്, നമ്മളിപ്പോൾ ദൈവസഭയും ക്രിസ്തുമായിട്ടുള്ള ബന്ധമെന്ന് പഠിക്കുകയാണ്. അതിനോട് റിലേറ്റഡ് ഒരു കാര്യമാണ്, ഈ സമയത്തായിരിക്കും സഭ എടുക്കപ്പെടുന്നത്. കാരണം ഇതിന് ശേഷം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണം നടക്കും. അവിടെ ഇസ്രായേലിൻ്റെ ആലയം, മൂന്നാമത്തെ ടെമ്പിൾ പണിയേണ്ട സ്ഥലത്താണ് ഇപ്പോൾ ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒത്തിരി വിവരണങ്ങൾ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതും തകർന്നു പോകും. അവിടെ മൂന്നാമത്തെ ആലയം പണിയാനുള്ള ഓർഡർ ഈ ഒരു വൺ വേൾഡ് ലീഡർ വരും. ആ ലീഡറിൽ കൂടെ ഇപ്പം മിക്കവാറും യുണൈറ്റഡ് നാഷൻ അതിൻ്റെ ഫോമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് അവിടെ ആലയം പണിയാൻ അനുമതി കൊടുത്താൽ അവർ ആ ലീഡറിനെ അംഗീകരിക്കും. അതാണ് യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ സഖ്യത നിലനിൽക്കുകയില്ല. 3.5 വർഷത്തിന് അത് ബ്രേക്കാവും. അവൻ തൻ്റെ പ്രതിമ ആ പുതിയ ആലയത്തിൽ വെച്ചിട്ട് അവനാണ് ദൈവം എന്ന് പറയും. അപ്പോഴാണ് ഇസ്രായേലിന് കണ്ണു തുറക്കുക. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടും. ഇതാണ് യഥാർത്ഥ ഉപദേശം. എന്നാൽ ദൈവസഭയും അതിൽ കൂടെ കടന്നു പോകുമെന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. അപ്പോൾ ഉറങ്ങിയിരിക്കാതെ ഉണർന്നിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അല്പമായിട്ട് ഇതിനിടയ്ക്കൊരു 5-10 മിനിറ്റ് എടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് യുദ്ധം നടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ കാര്യമുള്ളത് ചിന്തിക്കേണ്ട. ഈ യുദ്ധമല്ല, ഇതിന് ശേഷം റഷ്യയുടെ കീഴിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ നാം ചിത്രത്തിൽ കണ്ടതുപോലെ റഷ്യയുടെ കീഴിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് എഗൈൻസ്റ്റായിട്ട് വരികയും ഇസ്രായേലിന് അവരെ ചെറുത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ ദൈവം ഇസ്രായേലിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയും അവിടെ പറഞ്ഞിരിക്കുന്നത് സമുദ്രത്തിലെ മത്സ്യം, ആകാശത്തിലെ പറവജാതി, അതുപോലെ തന്നെ നിരത്തിരുന്ന സകല ചരാചരങ്ങളും. സമുദ്രത്തിലെ മത്സ്യം എന്ന് പറഞ്ഞാൽ ഇത് വ്യോമസേന, നേവൽ ഫോഴ്സ്. ആകാശത്തിലെ പറവജാതി എന്ന് പറഞ്ഞാൽ എയർഫോഴ്സ്. നിരത്തി ഇഴയുന്ന ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫോഴ്സ്. ഇത് മൂന്നിനും വല്ലാത്ത നിയമം സംഭവിക്കും. ഒരു രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് യുണൈറ്റഡ് നേഷൻ ലീഡർഷിപ്പിൽ ഒരു റീകൺസ്ട്രക്ഷൻ പ്രവൃത്തി തുടങ്ങുന്നത്. അവിടെയാണ് ആൻറ്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നത്, ഫിസിക്കലായിട്ട് വെളിപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ ദൈവസഭയാണ് ആൻറ്റി ക്രൈസ്റ്റ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി എതിർത്തു നിൽക്കുന്നത്. 2 തെസ്സലോനിക്കയിൽ പറഞ്ഞിരിക്കുന്നത് സഭ എടുക്കപ്പെട്ടാൽ മാത്രമേ ആൻറ്റി ക്രൈസ്റ്റ് ഫിസിക്കലായിട്ട് വെളിപ്പെടുകയുള്ളൂ. ഇതെല്ലാമാണ് ഈ ഉപദേശം സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്കപ്പുകൾ, വചനങ്ങൾ. അതുകൊണ്ട് ഈ ഒരു കാര്യം ഇടയ്ക്ക് കയറി വന്നെന്നുള്ളൂ. ഒരു പക്ഷേ ഇന്ന് നൈറ്റിൽ തന്നെ, ഇന്നിപ്പോൾ 27 ഫെബ്രുവരി 2026 ആണ്. ഇന്ന് നൈറ്റിലോ നാളെയോ വിത്തിൻ 1 വീക്കിനുള്ളിലോ സംഭവിക്കാം. നെഗോഷിയേഷന് വേണ്ടി 3 മീറ്റിങ്ങുകൾ നടന്നു. പക്ഷേ അതെല്ലാം ഫെയിലായി. ഇറാൻ അവർ സ്റ്റാൻഡിൽ നിന്ന് മാറുന്നില്ല. ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അവരുടെ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ളത്. അതേസമയത്ത് യുണൈറ്റഡ് നേഷൻ വല്ലാത്ത കുഴപ്പാവസ്ഥയിലാണ്. അമേരിക്കയുടെ സ്റ്റാൻഡ് അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് ഇസ്രായേൽ അവരുടെ ഡിഫൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ യുണൈറ്റഡ് നേഷനിലെ തീരുമാനങ്ങൾക്ക് മാറ്റം വരാം. റഷ്യയും ചൈനയ്ക്കെല്ലാം കൂടെ, ചൈന എന്ന ബാക്കപ്പിൽ നിൽക്കും. റഷ്യയുടെ നേതൃത്വത്തിൽ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടാം. ഇത് പൂർത്തീകരിക്കപ്പെട്ടാൽ പിറ്റേ ദിവസങ്ങളിൽ ആൻറ്റി ക്രൈസ്റ്റ് ഫിസിക്കലായിട്ട് അറിയില്ല, ആർക്കും അറിയില്ല. വളരെ ഡീസൻ്റായിട്ട് ദാനിയേൽ പ്രവചനം പറഞ്ഞിരിക്കുന്നത് നയതന്ത്രത്തോടു കൂടിയായിരിക്കും അവൻ വെളിപ്പെടുന്നത്. ആർക്കും അറിയില്ല. ഇസ്രായേലിന് പോലും പിടികിട്ടില്ല. അവനുമായിട്ട് 7 വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും. പക്ഷേ അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടണം. അപ്പോൾ ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം എന്ന വിഷയത്തിൽ ഈ സബ്ജക്റ്റ് എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ
ഈ ഒരുക്കത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇതുകൂടി ഇരിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം. അത്യുന്നതനായി ആദ്യരും അന്തിരുമായി നീ വാഴുന്നല്ല കർത്താവ്. ഭൂരാജക്കന്മാർക്ക് അധിപതിയായി നീ വാഴുന്നു. ഇന്ന് രാത്രികാല കർത്താവ്, ഇസ്രായേലിൽ നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ ജനത്തെ ഭൂമണ്ഡലത്തിൽ നിന്ന് വാടകോരിക്കളയുമെന്ന് പറയുന്ന, അതിനുവേണ്ടി കർത്താവ് വാടകോരിയിരിക്കുന്ന ജനം, ഭൂരാജക്കന്മാർ, വംശങ്ങൾ, ജാതികൾ നിൻ്റെ മഹത്വം കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നിനക്ക് വെളിപ്പെടുവാൻ നീ തിരഞ്ഞെടുത്ത അബ്രാഹാമിൻ്റെ സന്തതി, അവർ നിൻ്റെ മഹത്വം കാണാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.